നമസ്കാരം. വാലിബന്റെ യഥാർത്ഥ ബഡ്ജറ്റ് എത്ര? ഇതുവരെ വാലിബൻ എത്ര കോടി വരെ ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തു? ഇതാണ് ഈ ഒരു വീഡിയോയിൽ നിന്നും നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. മലയാളത്തിൽ സമീപകാലത്ത് ഏറ്റവും വലിയ പ്രീ റിലീസ് ഹൈപ്പുമായി എത്തിയ ചിത്രമാണ് മലൈക്കോട്ടെ വാലിബൻ. LJPയും ലാലേട്ടനും ആദ്യമായി ഒന്നിക്കുന്നു എന്ന പ്രത്യേകത കൂടി ചിത്രത്തിനുണ്ടായിരുന്നു. വൻ ഹൈപ്പോടും പ്രതീക്ഷയോടും എത്തിയ ചിത്രമായിരുന്നു വാലിബൻ. എന്നാൽ പ്രതീക്ഷിച്ച പ്രകടനം ചിത്രത്തിന് തിയേറ്ററുകളിൽ ബോക്സ് ഓഫീസിൽ കാഴ്ചവെക്കാൻ സാധിച്ചില്ല. അതോടൊപ്പം ചിത്രത്തിനെതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുന്നുണ്ടെന്ന് അണിയറ പ്രവർത്തകർ തന്നെ ആരോപിച്ചിരുന്നു. ഈ കഴിഞ്ഞ ജാനുവരി 25-ാം തീയതിയാണ് വാലിബൻ റിലീസ് ചെയ്തത്. നിലവിൽ ചിത്രം 2ാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ വാലിബൻ നേടിയ ബോക്സ് ഓഫീസ് കളക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം നേടിയിരിക്കുന്നത് 13,80,00,000 രൂപയും ഓവർസീസ് കളക്ഷനായിട്ട് ചിത്രം നേടിയിരിക്കുന്നത് 12,65,00,000 രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യൻ കളക്ഷനായിട്ട് ചിത്രം നേടിയിരിക്കുന്നത് 2,50,00,000 രൂപയാണ്. ആകെ മൊത്തം ടോട്ടൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് ചിത്രം ഇതുവരെ നേടിയിരിക്കുന്നത് 28,95,00,000 രൂപയാണ്. ഇതിനിടയിൽ മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയുടെ ആകെ ബഡ്ജറ്റ് എത്രയാണെന്ന് ചിത്രത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ പ്രകാരം വാലിബന്റെ ആകെ ബഡ്ജറ്റ് 65 കോടി രൂപയാണ്. അതേസമയം ബറോസ് ആണ് ലാലേട്ടന്റെ അടുത്തതായി തിയേറ്റർ റിലീസിന് ഒരുങ്ങുന്ന സിനിമ. ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് ബറോസ്. അതോടൊപ്പം വൃഷഭ, റംബാൻ, എമ്പുരാൻ എന്നിവയാണ് ലാലേട്ടന്റെ അടുത്ത തിയേറ്റർ റിലീസിന് ഒരുങ്ങിയിരിക്കുന്ന ചിത്രങ്ങൾ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായത്തിൽ ലാലേട്ടന്റെ വരാൻ പോകുന്ന ചിത്രങ്ങളിൽ നിങ്ങൾ ഏറ്റവും അധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ പേര് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.